ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളുടെ കാന്താരി മുളകും പുളിയിലൊക്കെ ചേർത്തരച്ച മസാലയും അതുപോലെ തന്നെ വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പിടി പുളിയില എടുത്തിട്ടുണ്ട്. പുളിയുടെ തളിരിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ ഒരു അരമുറി നാരങ്ങ നീര് എടുത്താൽ മതി ഇതിന് പകരമായിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറച്ചോ എടുക്കാം കേട്ടോ. പിന്നെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഒരു ചുള വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളി, പിന്നെ എടുത്തിട്ടുള്ളത് പച്ചക്കുരുമുളകാണ്. ഇത് 2 തിരി പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ കുരുമുളക് ഉണങ്ങിയത് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇച്ചിരി വെള്ളം അധികമായെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിലാണല്ലോ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകണേ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ലേശം വെള്ളം തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് കരണ്ട് പണി തന്നു. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കരണ്ട് ഇപ്പോൾ വരും, മിക്സിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ അമ്മിയിൽ അരയ്ക്കാൻ തുടങ്ങി. പക്ഷേ അമ്മിയിൽ അരച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് മിക്സിയിൽ അരച്ചുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മിയിൽ അരയ്ക്കാൻ പറ്റുന്നവരെ അമ്മിയിൽ തന്നെ അരച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഉപ്പ് പാകമാണെന്നൊക്കെ അറിയണമല്ലോ മസാലയിൽ. അപ്പോൾ ഉപ്പ് പാകമായിരുന്നു. പാകമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തോളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഫിഷാണെങ്കിലും ഇതുപോലെ നല്ലപോലെ വരകൾ ഇട്ട് കൊടുക്കുക. നല്ല ആഴത്തിൽ തന്നെ വരകൾ ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മുടെ മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഏത് ഫിഷ് വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഈ മസാല. ഇപ്പം നമുക്ക് ഈ ചട്ടിയുടെ അകത്തേക്ക് അധികം വെളിച്ചം ചെല്ലാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കളർ എടുത്ത് കാണാത്തത്. നല്ല ഒരു ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ല ഗ്രീൻ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൈ പുകയും എന്നൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ പക്ഷേ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് ഫിഷിലേക്ക് പിടിക്കില്ല. അപ്പോൾ ഞാനതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യണേ. കൈ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതുപോലെ മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ കറണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനൊരു എമർജൻസി വെച്ചിട്ടാണ് കേട്ടോ അത് ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഒരു നിഴൽ. എന്നിട്ട് നമുക്ക് ആ ഫിഷ് എല്ലാം നമ്മളുടെ പാനിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. കണ്ടോ, നന്നായിട്ട് ആ ഫിഷ് വെള്ളം തിളച്ച് ആ ഫിഷ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും കേട്ടോ മീനിലേക്ക് ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കുമ്പോൾ. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റിയിട്ടില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ സാധാരണ എണ്ണയിൽ പൊരിക്കുന്നതിനേക്കാളും മസാല നന്നായിട്ട് മീനിലേക്ക് പിടിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കുറച്ചും കൂടി ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെള്ളത്തിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഇത് കണ്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളർ ചെറുതായിട്ടേ വരുള്ളൂ. കാരണം ഗ്രീൻ മസാലയല്ലേ, ഇതേപോലെ വരും. ഇതേപോലെ വരുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.